Headlines. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി റിപ്പോർട്ട്. നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരത്തിന്റെ ഓഫീസ്. ധാരണയായത് വിവിധ തലങ്ങളിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ. സ്ഥിരീകരിക്കാതെ കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചകൾ തുടരും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും. രാഹുൽ ഗാന്ധി, അമിത് ഷാ എന്നിവർ സംസാരിക്കും. രാജ്യസഭയിലും ഇന്ന് ചർച്ച. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തം. കന്യാസ്ത്രീകൾക്കായി ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധി ഛത്തീസ്ഗഡിൽ. അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കാണും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഓർമ്മയിൽ നാട്. രാജ്യത്തെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് നാളെ 1 വർഷം. പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അർഹരായ ആളുകളെ റവന്യൂ ഉദ്യോഗസ്ഥർ വെട്ടി ഒഴിവാക്കിയെന്ന് സംഷാദ് മരക്കാർ. കേന്ദ്ര സർക്കാരിൽ പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും പ്രതികരണം. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തെളിവുകളുടെ സൂക്ഷ്മ പരിശോധനയും തുടരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കനത്ത സുരക്ഷ. ന്യൂയോർക്കിൽ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരനും അക്രമി സ്വയം ജീവൻ ഒടുക്കിയതായി റിപ്പോർട്ട്. സംഭവം പാർക്ക് അവന്യൂവിലെ ബഹുനില കെട്ടിടത്തിൽ. മറ്റു വാർത്തകൾ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനം ഇപ്പോഴും